മാരുതി 800 2007 AC വണ്ടി. 2004 വാഗനാർ LX ഓണം പ്രമാണിച്ച് നമ്മളൊരു ഓഫർ ഇട്ടിരിക്കുക. 40,000 രൂപ കൊടുക്കാം. 2023 പഞ്ച് ഓട്ടോമാറ്റിക്കാണ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൾട്ടോ 2004 LXi 2 വർഷം പേപ്പറുണ്ട്. 2 വർഷം സോറി, അടുത്ത വർഷം അവസാനം ടെസ്റ്റ് AC പവർ സ്റ്റിയറിംഗ്. 2008 CRV 2 വർഷം പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ കരിക്കോട് എന്ന് പറയുന്ന ഭാഗത്ത് MEI ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. കൊല്ലം യൂസ്ഡ് കാസിനകത്താണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എടുക്കുന്നത്. ഒരു 65,000 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്നതും എടുക്കാൻ കൊള്ളാവുന്നതുമായ ഒട്ടനവധി വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ വല്ലപ്പോഴും ഒക്കെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പാണ്. അതായത് ഇപ്പം നമ്മളൊരു 3-4 മാസമായി കണ്ടു എടുത്തിട്ട്, അപ്പം അങ്ങനെ ഇടവിട്ട് വന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഉണ്ടായി i10 2016 ഓപ്ഷൻ മാഗ്ന 78,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. എന്തോ ഓടി? 78 സിംഗിൾ ഓണർഷിപ്പ്. ടയേഴ്സൊക്കെ അത്യാവശ്യം കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിയുടെ ഒരു കണ്ടീഷൻ, ബാക്ക് AC വെൻ്റൊക്കെ വരുന്ന മോഡലാണ്. ബാക്ക് സൈഡ് സീറ്റൊക്കെ വൃത്തിയാണ്, അതൊന്നും കുഴപ്പമില്ല. സ്റ്റിയറിങ് ചെറിയ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാനുവലാണ്. മൈലേജ് ഒരു 13-14 പ്രതീക്ഷിക്കാം. 4 ഡോർ പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്രണ്ട് ടയർ പുത്തൻ ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഓണം പ്രമാണിച്ച് നമ്മൾ ചെറിയ ഓഫറൊക്കെ കൊടുക്കാം. ലാസ്റ്റ് 3,10 കൊടുക്കാം. 3,10,000 രൂപയ്ക്ക്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഓൾട്ടോ K10 ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സെക്കൻഡ്. എന്തോ ഓടി? 66. സെക്കൻഡ് ടയേഴ്സ് കുറച്ച് ഓടിയിട്ടുണ്ട്. 66 ഓടിയില്ലേ. അപ്പം അതിൻ്റേതായ ഓട്ടം ഓടിയിട്ടുണ്ട്. വേറെ ബോഡിയിൽ വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിക്കകം ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിലും വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. കൂടെ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 2,60,000. 2,60,000. ഓണമൊക്കെ ആണ് വരുന്നത്. 2,75,000. ഇപ്പോൾ നമ്മൾ 15,000 കുറച്ചതാണ്, 2,60,000 അങ്ങനെ ആക്കിയേക്കാണ്. ഉണ്ടായി i10 2018. എത്ര ഓടി? 43,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഷോറൂം സർവീസ്, റീപ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ അല്ലേ? പെട്രോൾ. വണ്ടിക്കകം കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് സ്റ്റിയറിങ് ചെറിയ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. റീസെറ്റ് അങ്ങനെയൊക്കെയുള്ള അല്ല, കോൾ എടുക്കുന്നതിനെ കുറിച്ചാണോ? അല്ല, 2 ഡോർ പവർ വിൻഡോസ് ആണ്. എത്ര ചോദിക്കുന്നത്? ഓണം പ്രമാണിച്ച് 4 ലക്ഷം കൊടുക്കാം. 4 ലക്ഷം ലോൺ കിട്ടും. 4 ലക്ഷം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ടയറ് ബാക്ക് ആവറേജ് താഴെയാണ്. ഫ്രണ്ട് കുറച്ചുകൂടി ഉണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, കളർ ഫെയ്ഡോ കാര്യങ്ങളൊന്നും വന്നില്ല. ആ രീതിയിൽ തന്നെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. മാരുതി സ്വിഫ്റ്റ് 2019 VXi ആണ് ഓപ്ഷൻ. സിംഗിൾ ഓണർഷിപ്പ്, 61,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം സർവീസ്. ഫുൾ ഷോറൂം സർവീസാണോ? ഫുൾ ലോൺ കിട്ടും. നമ്മൾ 4,60,000 രൂപയ്ക്ക് കൊടുക്കാം. 4,60,000. 5 ലക്ഷം ചോദിച്ചപ്പം. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി ആ രീതിയിൽ വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? 4,60,500 രൂപ. 2019 VXi 61,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 2021 ഇഗ്നിസ് സിംഗിൾ ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ. ഷോറൂം സർവീസ്. സിഗ്മയാണ് ഓപ്ഷൻ. സെക്കൻഡ് ടയേഴ്സ് ഇട്ടു. പുതിയ ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. വണ്ടിക്കകം ഒക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചേക്കുന്ന വണ്ടി. ഇവിടെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നുമില്ല. 2021 മോഡല്.
ഓക്കെ, വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 5,25,000. 5 ലക്ഷം. ഏകദേശം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഫ്രണ്ട് ടയർ പുതിയതല്ല, പക്ഷേ ആവറേജിന് മുകളിലായിട്ട് നിൽപ്പുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ വളരെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി എടുക്കാം നമുക്ക്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 2004 വാഗനാർ LX. ഓണം പ്രമാണിച്ച് നമ്മളൊരു ഓഫർ ഇട്ടിരിക്കുക. 40,000 രൂപയ്ക്ക് കൊടുക്കാം. 40,000. 4 വർഷവും 6 മാസവും പേപ്പറുണ്ട്. ആ, റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ചെറിയ പ്രശ്നമൊക്കെ കാണും. ഇത്രയും പഴക്കമുള്ളതുകൊണ്ട്. പഴക്കമുള്ളതുണ്ട്. 2004 4 വർഷവും 6 മാസം പേപ്പറുണ്ട്. അപ്പുറത്തെ സൈഡ് ടയർ കുറവായിരുന്നു. വണ്ടി പഴക്കത്തിൻ്റെതായ പോരായ്മകളുണ്ട്, അല്ലാതെ വേറെ അത് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ഇട്ടാൽ മതി. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ AC ഒക്കെ വർക്ക് ചെയ്യുമോ? AC വർക്ക് ചെയ്യും. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഡോർ പാഡൊക്കെ നോക്കിയാലും ആവശ്യത്തിനുള്ള ഒരു വൃത്തിമേനയുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാലും അകത്ത് കണ്ട സീറ്റ് കവറിൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ് വണ്ടിക്ക് ആ ഒരു ക്വാളിറ്റി കുറഞ്ഞ പോലെ. 40,000 രൂപ അല്ലേ? 40,000 രൂപയ്ക്കുണ്ട്. ഓൾട്ടോ 2004 LXI 2 വർഷം പേപ്പറുണ്ട്. 2 വർഷമല്ല, സോറി, അടുത്ത വർഷം അവസാനം ടെസ്റ്റ്. AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ, നമുക്ക് 75,000 രൂപയ്ക്ക് കൊടുക്കാം. 75. ഓൾട്ടോ കൊള്ളാം. AC പവർ സ്റ്റിയറിംഗ്. ACയും പവർ സ്റ്റിയറിംഗ്. അതൊന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്, കുഴപ്പമില്ല. ഫ്രണ്ട് നോക്കുകയാണെങ്കിലും വണ്ടിക്ക് വൃത്തിയുണ്ട്, വൃത്തിക്ക് കുഴപ്പമൊന്നുമില്ല. ആ രീതിയിൽ വണ്ടി കാണാൻ കൊള്ളാം. സ്പീഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. AC ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യേ? സൂപ്പർ. ഫ്രണ്ട് ടയർ ആവറേജ് ടയേഴ്സ് കാര്യങ്ങളാണ് കിടക്കുന്നത്. 75 രൂപ അല്ലേ? 2012 ബീറ്റ് ഡീസൽ. കിലോമീറ്റർ 84 ഉണ്ട്. 84. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നും അല്ല, അതിൻ്റെ ചെറിയ പോരാക്കുറവുകളൊക്കെ ഉണ്ട്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് 85,000 രൂപ കൊടുക്കാം. 85. 2012 ഡീസൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 85,000 രൂപ കൊടുക്കാം. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾട്ടേക്കാളും നല്ല സൈസിനകത്ത വണ്ടിയല്ലേ, ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. സ്റ്റിയറിംഗ് ഒക്കെ നല്ല ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ അതേപോലെ കളർ ഫേഡോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ ചെറിയൊരു ഓര വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഓര, പിന്നെ ഇവിടെ ഒരു ചെറിയ ചാണക്ക് പോലെ, അങ്ങനെയൊക്കെ ഉള്ളൂ. 85 രൂപ അല്ലേ? 85,000. ഉണ്ടായ ഹൈട്ടൺ 2009 ടെസ്റ്റ് കഴിഞ്ഞ് 4 വർഷത്തെ പേപ്പറുണ്ട്. 4 സംതിങ് ഉണ്ട്. അപ്പോൾ 2029 വരെ പേപ്പറുണ്ട്. ലാസ്റ്റ് നമുക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കാം. ബാക്ക് കട്ട ടയറാണ് ഇട്ടേക്കുന്നത്. ടയറാ ഫീൽ ചെയ്തേ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി ഇവിടെ കുറച്ച് പോളിങ് ഇങ്ങനെ പോകുന്നുണ്ട്, അല്ലാതെ വേറെ കണ്ടില്ല. വണ്ടിക്ക് അകമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇത് ഡീസലാ പെട്രോളാ? പെട്രോൾ. എത്ര ചോദിക്കുന്നത്? 1,25,000. 1,25,000. വണ്ടി കാണാൻ കൊള്ളാം. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും? പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ അത് പരിഹരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പെയിൻറ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. അല്ല വേറെ ഒന്നും കാണുന്നില്ല. വണ്ടി ഒരു വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. വാഗനാർ 2016 54,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ. ജെനുവിൻ കിലോമീറ്റർ, ഹിസ്റ്ററി സർവീസ് ഉള്ള. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച വണ്ടിയാണ്. ആ രീതിയിൽ വണ്ടി കാണാൻ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോസ് ആണ്. എത്ര ചോദിക്കുന്നത്? 3,10,000 രൂപ. 3,10,000. ഏത് വർഷമായിരുന്നു? 2016. 2016 മോഡൽ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. 2015 38,000 കിലോമീറ്റർ, ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ എത്ര?
38,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. ജെനുവിനാണോ? ജെനുവിൻ കിലോമീറ്റർ. വണ്ടിക്ക് വൃത്തിയുണ്ട്, ഒന്നും കുഴപ്പമില്ല. 2 ഡോർ പവർ വിൻഡോസ് ആണ്. ബാക്ക് സൈഡൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 1,90,000 രൂപ. 1,90,000. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാൻ പറ്റും? നമുക്ക് 25,000 രൂപ കൊണ്ട് ഇറക്കാം. 25 രൂപ. ടയേഴ്സ് എല്ലാം ഒരുവിധം ടയേഴ്സ് കിടപ്പുണ്ട്. ടാറ്റ നെക്സോൺ 2018 സിംഗിൾ ഓണർഷിപ്പ്, 58,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പെട്രോളോ ഡീസൽ? പെട്രോൾ. മൈലേജ് എങ്ങനെയാണ് ഇതിൻ്റെ? മൈലേജ് ഒരു 15 എന്തായാലും കിട്ടും, ഏറ്റവും കുറഞ്ഞ ആ ഒരു രീതിക്ക്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളായിട്ട് ചെയ്തിട്ടില്ല. ബാക്ക് AC വെൻ്റ് വരുന്ന മോഡലല്ല, മാനുവൽ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 5 ലക്ഷം. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതേപോലെ വൃത്തിയുള്ളൊരു വീൽ കപ്പും കണ്ടാലേ വീലിൻ്റെ രൂപമുണ്ട്. മാരുതി വാഗണാർ VXI സിംഗിൾ ഓണർഷിപ്പ്, 76,000 കിലോമീറ്റർ. 3 ലക്ഷം രൂപ. 3 ലക്ഷം? ആ, ഏകദേശം ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും? ഫുൾ ലോൺ കിട്ടും. VXI ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടിക്ക് ബാക്ക് സൈഡും കൊള്ളാം. 4 ഡോർ പവർ വിൻഡോസ് ആണ്. സ്റ്റിയറിംഗ് ഭാഗം യൂസ് ചെയ്തതിൻ്റെ പേരിൽ ഇച്ചിരി തേഞ്ഞു പോയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അതൊന്നും കുഴപ്പമില്ല. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. അതേപോലെ ടയറിൻ്റെ ഈ ഭാഗം നോക്കിയാലൊക്കെ വൃത്തിയുണ്ട്. നല്ല ടയർ. 2023 പഞ്ച് ഓട്ടോമാറ്റിക്കാണ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ടയേഴ്സ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ട്. ഫസ്റ്റ് ടയേഴ്സാണ്. റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ റീപ്ലേസ് ഒന്നുമില്ല. ഭായി ചോദിക്കുമ്പം എല്ലാം ചോദിക്കാമല്ലോ. കിലോമീറ്റർ 8 ഓടികളെങ്കിലും 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി കൊള്ളാം, നല്ല പുതിയ വണ്ടിയില്ലേ. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എന്നാലും 15 ഏറ്റവും കുറഞ്ഞ് കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്, വെറും 8,000 കിലോമീറ്റർ. 2023. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. 7,10,000 രൂപ. 7,14,000. ഏകദേശം 6,50,000 രൂപ വരെ ലോൺ കിട്ടും. പുത്തൻ വണ്ടി. ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുത്തൻ വണ്ടി എടുക്കുന്നത് പോലെ എടുത്തുകൊണ്ട് പോവാം. 2019 സെലേരിയോ ZXi ആണ്. ഓട്ടോമാറ്റിക്കാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. 4,65,000 രൂപ കൊടുക്കാം. ഈ കിലോമീറ്റർ ജെനുവിൻ തന്നെയാണ്? ജെനുവിൻ കിലോമീറ്റർ. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഓട്ടോമാറ്റിക്കാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. കൊള്ളാം. അങ്ങനെ ഈ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സിൻ്റെ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ ബാക്കിൽ വരുമ്പോൾ അത്രയും ടയേഴ്സ് ഇല്ല. ടയേഴ്സ് കുറച്ച് കുറവാണ്. അത് ചിലപ്പോൾ ഒന്ന് മാറേണ്ടി വരും. ഓക്കെ, എത്രയായിരുന്നു ചോദിച്ചേ? 4,65,000. 4,65,000. മാരുതി സെലേരിയോ 2020 ZXi സിംഗിൾ ഓണർഷിപ്പ്, 61,000 കിലോമീറ്റർ. മാനുവലാണ്. ടയേഴ്സിൻ്റെ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? കാര്യങ്ങളൊന്നുമില്ല. ഷോറൂമിൽ സർവീസാണ്. ഹിസ്റ്ററിയൊക്കെ എടുക്കാം. നമുക്ക് 4,10,000 രൂപ കൊടുക്കാം. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്ന മോഡലാണ്. അതിലുപരി ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 17 ഇഞ്ചാന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം കയറ്റിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. ഫ്രണ്ട് ടയർ അത്യാവശ്യം ടയർ ഉണ്ട്, കുഴപ്പമില്ല. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. വേറെ ബോഡിക്കൊന്നും വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. 2012 വോൾക്സ്വാഗൺ പോളോ ഡീസൽ, കിലോമീറ്റർ 84, സെക്കൻഡ് ഓണർഷിപ്പ്, 2,25,000 രൂപ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഈ ഇടിച്ച വണ്ടിയൊക്കെ എവിടെ പോയിടേ? ഇടിച്ച വണ്ടി നമ്മൾ എടുക്കത്തില്ല. ഇടിച്ച വണ്ടി, ഫ്ലഡ് വണ്ടികൾ, ഒരു കടയിൽ പോകുമ്പോൾ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ? ഉള്ളത് നമ്മൾ പറയും, ഇല്ലാത്ത നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ.
ഓക്കെ, അപ്പോൾ ഇത് എത്ര ചോദിച്ചേ? 2,25,000 രൂപ. 2,25,000. ഡെറ്റ്സൺ റെഡിക്കോ 2018 സിംഗിൾ ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെന്യൂൻ ആണേ. കിലോമീറ്റർ ജെന്യൂനാ. ടയേഴ്സ് ആവറേജ് താഴെയാണുള്ള, കുഴപ്പമില്ലാത്ത ടയർ എന്ന് പറയാൻ പറ്റത്തില്ല. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടിക്കകം സീറ്റ് കവറൊക്കെ വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്ക് സൈഡ് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണേ. ഫുൾ ഫിനാൻസ്. 1,90,000 കൊടുക്കാം നമുക്ക്. ഓക്കെ, വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 1,90,000. 2018. അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണില്ല. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഇതുണ്ട്, അത് ചെയ്ത് കൊടുക്കാം നമുക്ക്. ചെയ്ത് കൊടുക്കാം. അതൊരാൾ ഡോർ തുറന്ന് പ്രശ്നമായതോടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ വന്ന് ഇപ്പോൾ 2 ദിവസം കൊണ്ട് പ്രശ്നമായതാ. മാരുതി ഓൾട്ടോ 2009. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് തേർഡ് ഓണർ. ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ബാക്ക് ടയർ LX ആണേ. ഈ ബാക്ക് ടയർ മാറി കൊടുക്കൂ. ബാക്ക് ടയർ വേണേൽ മാറി കൊടുക്കാം നമുക്ക്. മാറി കൊടുക്കാം. LX ആണ്. കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ പേപ്പറാണ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. ആ, ഈ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC മാത്രമേ ഉള്ളൂ സാറേ, പവർ സ്റ്റിയറിംഗ് ഇല്ല. ആ ഓക്കെ. LX ആ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 75,000. 75,000. പുതിയ പേപ്പറാണേ. പവർ സ്റ്റിയറിംഗ് പോലും ഇല്ലാത്തൊരു വണ്ടി, പഴയ വണ്ടി. കുറച്ചുകൂടെയൊക്കെ താത്ത് പറഞ്ഞൂടെ? 5 വർഷം പേപ്പറുണ്ട്. പവർ സ്റ്റിയറിംഗ് നമുക്ക് ചെയ്ത് കൊടുക്കാം. 10 രൂപ അതിൽ നിന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. പവർ സ്റ്റിയറിംഗ്. ടാറ്റ ഇൻഡിഗോ 2010 സെക്കൻഡ് ഓണർഷിപ്പ്, 73,000 കിലോമീറ്റർ. ഡീസലാ പെട്രോളാ? പെട്രോൾ. അപ്പം മൈലേജ് എങ്ങനെ ആയിരിക്കും? മൈലേജ് ഒരു 15-നകത്ത് എന്തായാലും കിട്ടും. 15-നകത്ത്. ഫോർഡോ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടൊക്കെയാണ്. ആ രീതിയിലൊക്കെ വണ്ടി ലാസ്റ്റ് നമുക്ക് 85,000 രൂപ കൊടുക്കാം. 85,000. ഡോർ പാഡിൻ്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് കയറിയിരിപ്പുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഡോർ പാഡിന് തന്നെ ആണെങ്കിലും വേറെ കംപ്ലൈൻറ്റ് കാണില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നീറ്റായിട്ടിരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് പഴയ 2010 വണ്ടിയാ. നമ്മൾ കണ്ണിൽ കണ്ടില്ല, കണ്ണിൽ കണ്ടിട്ടില്ല എങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഉറപ്പില്ല. ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ല, ബോണറ്റൊന്നും. ആണ് ഇവിടെ ചെറിയ ചണക്കുണ്ട്, ഇങ്ങനെ ചെറിയ ചണക്കുണ്ട്. അല്ലാത്ത വർഷം വണ്ടി കാണാനൊക്കെ ഉള്ള പെയിൻറ്റും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. വോൾക്സ്വാഗൻ പോളോ 2015 ഡീസലാണ്, 84,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്ററാ. പോളോ അല്ലേ? വോൾക്സ്വാഗൻ നമുക്ക് ഹിസ്റ്ററി എടുക്കാം, കുഴപ്പമില്ല. സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. 3,60,000 രൂപ കൊടുക്കാം നമുക്ക്. 3,60,000. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ചെറിയൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം വണ്ടിക്ക്. അതൊക്കെ അത്യാവശ്യം വൃത്തി ഒക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ്. ഓക്കെ, എത്ര ചോദിച്ചേ? 3,60,000 രൂപ. 2015 വോൾക്സ്വാഗൻ ഫ്രണ്ട് ലൈന് ഡീസലാണ്, 84,000 കിലോമീറ്റർ. കളർ ഫെയ്ഡോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആ രീതിയിൽ വണ്ടി കാണാൻ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളും കാണുന്നില്ല. ആ രീതിയിലൊക്കെ വണ്ടി കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നിസാൻ സണ്ണി 2012 ഡീസൽ, കിലോമീറ്റർ 89. ടയർ മോശം. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. വേറെ അപാകതകൾ എന്തെങ്കിലും? ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ അപാകതകൾ ചെറിയ പെയിന്റിന്റെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളു. ഞാൻ പക്ഷെ ഒന്നും വലുതായിട്ട് കണ്ടില്ലല്ലോ. ഇവിടെ ചെറിയ ഇതുമാതിരി പൊട്ടൽ പോലെ സംഭവം, ചെറിയ സ്ക്രാച്ച് ഉണ്ടോളാം. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറായിട്ട് ചെയ്തില്ല, പക്ഷെ വണ്ടി കാണാൻ നല്ല നീറ്റാണ്. ബാക്ക് AC ഡീസലാണ്, മൈലേജ് ഭയങ്കരമാണ്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഏറ്റവും കുറഞ്ഞത് 20 മുകളിൽ എന്തായാലും കിട്ടും. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. ആ രീതി വണ്ടി കൊള്ളാം. മാനുവലാണേ, നൈസായിട്ടുണ്ട്. ആംബിയൻസ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ടയേഴ്സ് എല്ലാം എല്ലാ ടയറും ഏകദേശം ഒരേ അളവിൽ തന്നെ നിൽക്കുകയാണ്. എത്ര ചോദ്യം? 2,50,000 രൂപ. വോൾക്സ്വാഗൻ വെൻഡോ 2011 ഫ്രണ്ട് ലൈന്. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,00,000. 1,00,000. ഇവിടെ ഒരു കളർ ഫെയ്ഡ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈ കളറല്ല, ഈ കളറ് ചെറിയ വ്യത്യാസമുണ്ട്.
അതേപോലെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാനുള്ള പരിപാടികൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ വില 1,50,000 ഇവിടെ ഉണ്ട്. 1,50,000 രൂപ. ടയേഴ്സ് ഒരു ആവറേജ് കണ്ടീഷൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷനേ ഉള്ളൂ. ഈ സൈഡൊക്കെ നോക്കിയാലും സീറ്റൊക്കെ കുഴപ്പമില്ല. AC വെൻ്റ് വരുന്ന മോഡലാണ് കേട്ടോ. ബാക്ക് സൈഡിലൊക്കെ AC വെൻ്റ് വരുന്ന മോഡലാണ്. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ അത്യാവശ്യം കൊള്ളാം. വിരോധപ്പെടാനുള്ള കാര്യങ്ങളൊന്നുമില്ല. വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത്. ആ രീതിയിൽ വണ്ടി കൊള്ളാം. ഡോർ പാഡൊക്കെ നോക്കിയാലും കൊള്ളാം, നീറ്റാണ്. ഫ്രണ്ട് ടയർ ഉള്ള ടയറുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഉണ്ട്. അതായത് ഒരു 70% ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 1,50,000 രൂപ. മാരുതി 800 2007 AC വണ്ടി. അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയ്സ് ഉണ്ട്, പക്ഷേ 3 വർഷം പേപ്പറുണ്ട്. ടയർ മോശമാണ്. 65,000 രൂപ വില. 65,000. AC നല്ലപോലെ വർക്ക് ചെയ്യുമോ? AC ഒക്കെ നല്ല AC. വണ്ടിക്കകം വൃത്തിയുണ്ട്. ഒരു സ്റ്റീരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ച വണ്ടിയാണ്. ഈ സൈഡൊക്കെ നോക്കിയാലും ആ ഒരു കണ്ടീഷൻ കുഴപ്പമില്ല. ആ നേരത്തെ കണ്ട വാഗണിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വണ്ടി ഇരിക്കുന്നത്. ബാക്ക് ടയർ കുറച്ചുകൂടി ഉണ്ട്. ഫ്രണ്ട് ടയർ മൊട്ടമായിരുന്നു. നല്ലൊരു അലോയ് വീൽസ് വെച്ചിട്ടുണ്ട്. മുകളിൽ ബ്ലാക്ക് അടിച്ച വണ്ടിയാണ് കേട്ടോ. സ്റ്റിക്കറാന്ന് തോന്നുന്നു. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, ബാക്ക് സൈഡ് 3 വർഷം പേപ്പറുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ. പ്ലേസ് 2007 വണ്ടിയല്ലേ സാറേ? കാണാം അല്ലേ? അതിലൊക്കെ കാണും. നമുക്കറിയാൻ പറ്റുന്നില്ല. ഓക്കെ, 65,000 രൂപ. വോൾക്സ് വാഗൺ GT ഓട്ടോമാറ്റിക് പെട്രോൾ TSI 2018 70,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. ഈ വണ്ടി ഇറങ്ങിയപ്പോഴേ ടോപ്പ് ബ്ലാക്ക് ആണോ? അല്ലല്ല, ബ്ലാക്ക് ചെയ്ത. ഓക്കെ, കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ടയർ അത്യാവശ്യം കിടപ്പുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് GT ആണ്, TSI ആണ്. GT ആകുമ്പം ഇതിൻ്റെ മൈലേജ് എങ്ങനെയായിരിക്കും? മൈലേജ് ഒരു 12-14 കിട്ടത്തുള്ളൂ. പവറിനാണ് പ്രാധാന്യം അല്ലേ? GT അതൊന്നാണ് എടുത്ത് ചോദിച്ചത്. കൂടെ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്രണ്ട് ടയർ ഒരു 40% എന്നൊക്കെ പറയാം. ആ രീതിക്കേ ഉള്ളൂ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? 8,20,000. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാം? നമുക്ക് 8 ലക്ഷം രൂപ ലോൺ കിട്ടും. 2008 CRV 2 വർഷം പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. പൊന്തൻ ടയർ കേട്ടോ, മുട്ടൻ ടയർ കൊള്ളാം. ടയേഴ്സ് രണ്ടും അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. അതേപോലെ നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. 1,85,000 രൂപ കൊടുക്കാം നമുക്ക്. 1,85,000 രൂപ. അപ്പോൾ എന്തോ ഓടി? 1 സംതിങ് ഓടി കാണും. ഓടി. ഡീസലല്ലേ? പെട്രോൾ. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. നല്ല പോഷ് വണ്ടി തന്നെ. അതൊന്നും കുഴപ്പമില്ല. ആ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം നീറ്റാണ്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്ന മോഡലാണ്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫോർഡോ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ നോക്കിയാലും ഇത്രയും പഴയ വണ്ടിയാണെങ്കിൽ പോലും അതിൻ്റെ ഡോർ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ബ്ലാക്ക് കളറാണ്. വേറെ വലിയ പെയിൻറ്റ് പോയ പരിപാടി കാര്യങ്ങളൊന്നും കാണുന്നില്ല. അത്യാവശ്യം വൃത്തിയിൽ തന്നെ നിൽപ്പുണ്ട്. ഈ സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല ടയേഴ്സും കിടപ്പുണ്ട്. ടയേഴ്സ് ഇപ്പോഴൊന്നും മാറേണ്ട ആവശ്യമില്ല. കൊള്ളാം. വണ്ടി ഓവറോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കിഡ് 2019 സിംഗിൾ ഓണർഷിപ്പ്, 34,000 കിലോമീറ്റർ. ചെറിയ സ്ക്രാച്ച് ഉണ്ട്. നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ഷോറൂമിൽ കയറ്റി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഷോറൂമിൽ കയറ്റി ചെയ്യും. 2019 വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. RXL ആണ്. ഫ്രണ്ട് 2 പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്. കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. സീറ്റ് കവേഴ്സ് ആയിട്ട് വന്നിട്ടില്ല അല്ലേ? സീറ്റ് കവറാണ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുക. ചെയ്ത് കൊടുക്കും. എത്ര ചോദിക്കുന്നത്? 3 ലക്ഷം രൂപ. ഫുൾ ലോൺ കിട്ടും. കിട്ടുന്ന വണ്ടി. 2019 സിംഗിൾ ഓണർഷിപ്പ്. ഇപ്പം ഇന്ന് എടുത്തോളുന്ന വണ്ടിയാണ്. കൊള്ളാം. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം. ടയർ സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടുകൂടിയില്ല. എടുത്തിട്ടില്ല. അല്ല, ഇതൊക്കെയാണ് സ്ക്രാച്ച് പറഞ്ഞേക്കുന്നത്. അത് വർക്ക് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ലക്ഷം രൂപ അല്ലേ? ഫുൾ ലോൺ കിട്ടും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്.
ചെറുതും വലുതുമായ അതായത് ആദ്യം ഞാൻ പറഞ്ഞത് 65,000 രൂപ എന്നാണെങ്കിൽ 40,000 രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്. 40,000 രൂപയുടെ വണ്ടിയാകുമ്പോൾ 40,000 രൂപയുടെ ക്വാളിറ്റിയേ കാണുള്ളൂ. 65 രൂപയുടെ വണ്ടിയാകുമ്പോൾ 65 രൂപ. അതേപോലെ 3 ലക്ഷം രൂപയുടെ വണ്ടി കാണിക്കുമ്പോൾ 3 ലക്ഷം രൂപയുടെ ക്വാളിറ്റി എന്ന് പറയുന്ന പോലെ ഓരോ വണ്ടിയുടെ വില അനുസരിച്ചുള്ള ക്വാളിറ്റിയെ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലേക്കുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ